ഈ ബ്രഹ്മാണ്ഡം എവിടെ നിന്നാണ് വന്നത്? നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗാലക്സികൾ, ഇവയുടെ ഉദ്ഭവം എങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം ഒരു പൊട്ടിത്തെറിയിലൂടെ പിറന്നെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ കഥയാണ് ബിഗ് ബാങ് തിയറി. ഒരിക്കൽ കാലത്തും സ്ഥാനവുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിലായിരുന്നു ഈ ബ്രഹ്മാണ്ഡം. ഒന്നുമില്ലാത്ത അവസ്ഥ. പക്ഷേ ഒരു അത്യന്തം ശക്തിയുള്ള പൊട്ടിത്തെറിയിലൂടെ വെറും ഒരു നിമിഷത്തിൽ ഏറ്റവും ചെറിയ കണികയിൽ നിന്ന് എല്ലാം പിറന്നു. ഇതെയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ ശബ്ദമല്ല, മറിച്ച് ഒരുപാട് ഊർജവും പാളികളുമായുള്ള വിസ്താരമാണ്. ബിഗ് ബാങ് കഴിഞ്ഞ് സെക്കൻഡുകൾക്കകം നമ്മുടെ ലോസ് ഓഫ് ഫിസിക്സ് പ്രവർത്തിച്ചു തുടങ്ങി. ഊർജം കണികളായി മാറി, കണികൾ അണുക്കളായി, പിന്നെ അണുക്കൾ ചേർന്ന ആറ്റങ്ങളായി. ഇതൊക്കെ കഴിയുന്നതോടെ വിശാലമായ വാതകമേഘങ്ങൾ രൂപപ്പെട്ടു. ആ വാതകങ്ങൾക്കിടയിൽ ഗുരുത്വാകർഷണം പ്രവർത്തിച്ചു. അങ്ങനെ ആദ്യത്തെ നക്ഷത്രങ്ങളും ഗാലക്സികളും പിറന്നു. സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ഗാലക്സികളിലൊന്നിലാണ് നമ്മുടെ സോളാർ സിസ്റ്റം. ഏകദേശം 4.5 ബില്യൺ വർഷം മുമ്പ് ഞങ്ങളുടെ സൂര്യനും ഭൂമിയും രൂപപ്പെട്ടു. അതിന്റെ പിന്നാലെ ഒരുപാട് കാലം കൊണ്ടാണ് ഭൂമിയിൽ വെള്ളവും അന്തരീക്ഷവും പിന്നെ ജീവനും പിറന്നത്. ഇതെല്ലാം ബിഗ് ബാങ് എന്ന ആദ്യഘട്ടം ഇല്ലാതെ ഉണ്ടായിരിക്കയില്ല. ഇതെല്ലാം കഥയല്ല. ശാസ്ത്രജ്ഞർ ഇതു കണ്ടെത്തിയത് നിരവധിയായ തെളിവുകൾ മുഖേനയാണ്. ഒരു പ്രധാന തെളിവാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ജെഹ്സെബത്തിന് ശേഷമുള്ള ചൂട് ഇന്നും ബ്രഹ്മാണ്ഡത്തിൽ മുഴുവൻ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ മറ്റു തെളിവുകളും ഗാലക്സികളുടെ ചലനങ്ങളും എല്ലാ ശാസ്ത്രപരമായ ഗണിതങ്ങളും നമുക്ക് ഇത് സ്ഥിരീകരിക്കാൻ സഹായിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലായോ? നമ്മൾ കാണുന്ന ഈ എല്ലാ പ്രപഞ്ചവും ഒരു ചെറിയ പൊട്ടിത്തെറിയിലൂടെയാണ് ആരംഭിച്ചത് എന്ന്. നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അതൊരു അത്ഭുതം തന്നെ. നിനക്കൂ, നമ്മുടെ ഉദ്ഭവം എന്തായിരുന്നെന്ന് അറിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളവരാവില്ലേ? ഇതുപോലെ കൂടുതൽ ശാസ്ത്രവിഷയങ്ങൾ മനോഹരമായി മനസ്സിലാക്കാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യൂ.